ജമ്മു കശ്മീരിൽ മണ്ണിടിച്ചിലിൽ 3 മരണം. ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ റംബാനിലാണ് മണ്ണിടിച്ചിൽ. നിരവധി വീടുകൾ തകർന്നു. ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഗൗതം അനന്തനാരായണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഗൗതം, വലിയ രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ടായിരുന്നു, മേഘവിസ്ഫോടനവും ഉണ്ടായി. ഇതിനെ തുടർന്നായിരുന്നു ഇത്ര വലിയ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായത് ജമ്മു കശ്മീരിൽ? രോഹിണി, കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ജമ്മു കാശ്മീരിൽ ശക്തമായ മഴ ഉണ്ട്. അതേ തുടർന്നാണ് ഈ വേഗവിസ്ഫോടനം റംബാൻ ജില്ലയിൽ സംഭവിച്ചത്. ഏതാണ്ട് 50ഓളം വീടുകളും അതോടൊപ്പം തന്നെ മറ്റ് കെട്ടിടങ്ങളും പൂർണ്ണമായി ഈ മേഖലയിൽ തകർന്നിട്ടുണ്ട്. ഇവിടെയാണിപ്പോൾ 3 മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിരവധി ആളുകളെ സൈന്യമെത്തി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 100ഓളം ആളുകളെ മാറ്റിയതായാണ് സൈന്യം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇപ്പോഴും ഈ പ്രദേശത്ത് ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന സംബന്ധിച്ചുള്ള പരിശോധന സൈന്യത്തിന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ ജമ്മു കാശ്മീരിൽ ഒരു അവലോകന യോഗം വിളിച്ചിട്ടുണ്ട്. അതോടൊപ്പം എല്ലാ വിധത്തിലുള്ള സഹായവും ഈ ദുരിത മേഖലകളിലേക്ക് എത്തിക്കുന്നതായി ജമ്മു കാശ്മീരിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. ഒപ്പം ജമ്മു ശ്രീനഗർ ദേശീയപാതയിലാണ് ഈ റംബാൻ മേഖല വരുന്നത്. അതിനാൽ അവിടെ ഉണ്ടായിട്ടുള്ള മേഘവിസ്ഫോടനം ഈ ദേശീയപാതയുടെ പ്രവർത്തനങ്ങളെയും ദോഷകരമായി ബാധിച്ചു. ഈ പാത പൂർണ്ണമായി ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. മണ്ണിടിച്ചിലും അതോടൊപ്പം തന്നെ വലിയ മരങ്ങൾ പല ഭാഗങ്ങളിലായി കടപുഴകി വീഴുകയും ചെയ്തതോടുകൂടിയാണ് ജമ്മു ശ്രീനഗർ ദേശീയപാത പൂർണ്ണമായും അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായത്. എന്തായാലും വരുന്ന ഏതാനും മണിക്കൂറുകളിൽ ശക്തമായ മഴയും ഇടിയോടുകൂടിയുള്ള മഴയും കാറ്റും തുടരുമെന്നാണ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.